നമസ്കാരം. ലാൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അയർലൻഡിലുള്ളവർക്കും അയർലൻഡിലേക്ക് ഇനി വരാനിരിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അയർലൻഡിൽ ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും തീപിടിച്ച വിലയാണ്. ഏഷ്യൻ കടകളിൽ ഇത് അതുക്കും മേലെയാണ്. മാത്രമല്ല ഒരു സാധനങ്ങളുടെ വിലയും എഴുതി വയ്ക്കുകയും ഇല്ല. ഇനി എഴുതി വച്ചാൽ തന്നെ പല വിലയും മാറിയും തിരിഞ്ഞും ഒക്കെ ആയിരിക്കും. മാത്രമല്ല കട തുടങ്ങിയപ്പോൾ വെച്ച ലേബലായിരിക്കും അത്. എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ പറയും പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ പുതിയ വിലയാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും വരുന്നത് പല പല ബ്രാൻഡ് സാധനങ്ങളാണ്, അതിനൊക്കെ വേറെ വിലകളും ആണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കട നടത്തുന്നവർ കടയിൽ സാധനങ്ങളുടെ വില എഴുതി വെക്കണം. അത് അയർലൻഡിലെ അല്ല, ലോകം മുഴുവനുമുള്ള നിയമമാണ്. എന്തുകൊണ്ട് നമ്മുടെ മലയാളികൾ നടത്തുന്ന കടകളിൽ മാത്രം ഇത് ചെയ്യുന്നില്ല? ഇതൊക്കെയാണെങ്കിലും മലയാളികളായ നമുക്ക് ഗൃഹാതുരത്വം അല്പം കൂടുതലായതുകൊണ്ട് നാടൻ സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ പോകാറുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ലേബൽ വച്ചാലും ഇല്ലെങ്കിലും ആളുകൾ വന്നാൽ സാധനങ്ങൾ ചോദിക്കുന്ന വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകും എന്ന ഒരു തോന്നൽ ഇക്കൂട്ടർക്ക് ഉണ്ടാകുന്നത്. എന്നാൽ ഇതിന് അപവാദമായി ചില ഏഷ്യൻ ഷോപ്പുകളും ഉണ്ട്. ഒരു 90% വില അവർ കൃത്യമായി കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ പൊള്ളുന്ന വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം നമുക്ക് വളരെ വിലക്കുറവിൽ സാധനങ്ങൾ എങ്ങനെ വാങ്ങാം, സ്പെഷ്യൽ ഓഫറുകൾ എങ്ങനെ നമുക്ക് അനുകൂലമാക്കാം, അതിലൂടെ എങ്ങനെ നമുക്ക് ലാഭമുണ്ടാക്കാം, മന്ത്ലി ബഡ്ജറ്റ് എങ്ങനെ പകുതിയായി കുറയ്ക്കാം, ഇതിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അയർലൻഡിലെ മലയാളികളുടെ കുടുംബ ബഡ്ജറ്റ് എങ്ങനെ ഇപ്പോഴുള്ളതിനേക്കാൾ നേർപകുതിയാക്കാം. വീഡിയോയുടെ വിശദവിവരങ്ങളിലേക്ക് പോകും മുമ്പ് ഈ ചെറിയ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അയർലൻഡിലെ പ്രധാന സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ സൂപ്പർ വാല്യൂ ഇപ്പോൾ 500-ൽ കൂടുതൽ പ്രോഡക്റ്റുകൾക്ക് വില കുറച്ചിട്ടുണ്ട്. അതിൽ മലയാളികൾക്ക് അത്യാവശ്യമുള്ള ധാരാളം സാധനങ്ങൾ ഉണ്ട്. കൂടാതെ വീക്ക്ലി ഓഫർ അത് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് മുതൽ ഗ്രോസറിയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഫ്രഷ് ഫുഡിലും ഡയറി ഫുഡിലുമൊക്കെ സ്ഥിരം ഉണ്ടാകാറുണ്ട്. അതായത് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും സ്പെഷ്യൽ ഓഫർ ഉണ്ടാകാറുണ്ട്. ഇത് മാത്രമല്ല, സൂപ്പർ വാല്യൂ ലോയൽറ്റി കാർഡ് ഉള്ളവർക്ക് 50% കൂടുതൽ കുറവുള്ള വേറെയും ഓഫറുകൾ ഉണ്ടാകാറുണ്ട്. ലോയൽറ്റി കാർഡ് ലഭിക്കുന്നതിന് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ വാല്യൂവിൽ ഡയറക്റ്റ് ചെന്നാൽ അവിടുത്തെ കാർഡ് വാങ്ങാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നമ്പർ ഉപയോഗിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ ഈ ഓഫറുകൾ കൂടാതെ വേറെ വൗച്ചറുകൾ, കൂപ്പണുകൾ ഒക്കെ ഇതിനോടൊപ്പം കിട്ടുകയും ചെയ്യും. ഇന്നത്തെ നിലയിൽ അയർലൻഡിൽ ജീവിക്കാൻ സൂപ്പർ വാല്യൂ തന്നെ തിരഞ്ഞെടുത്താലും മതി. ഇനി നമുക്ക് സ്പെഷ്യൽ ഓഫർ സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതിയെങ്കിൽ ടെസ്കോ, ഡൺസ്, ആൽദി, ലിഡിൽ തുടങ്ങിയ മുൻനിര സൂപ്പർ മാർക്കറ്റുകളിൽ എല്ലാ ആഴ്ചയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സ്പെഷ്യൽ ഓഫറുകൾ ഉണ്ടാകാറുണ്ട്. അതായത് 49 സെൻറ്റ് മുതൽ ഇങ്ങോട്ട് ഓരോ സാധനത്തിനും അതിൻ്റേതായ ഓഫറുകൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഈ ഓഫറുകളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തി ഷോപ്പിംഗ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ സേവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റ് നമുക്ക് ചുരുക്കുകയും ചെയ്യാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച സൂപ്പർ വാല്യൂ റിയൽ റിവാർഡ് കാർഡിനെ പോലെ തന്നെ ഡൺസ്, ടെസ്കോ, ലിഡിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവരുടേതായ ആപ്പുകൾ ഉണ്ട്. ടെസ്കോയിൽ ഇത് ക്ലബ് കാർഡ് എന്നും, ഡൺസിൽ ഇത് വാല്യൂ കാർഡ് എന്നും, ലിഡിൽ ഇത് ലിഡിൽ പ്ലസ് കാർഡും എന്നുമാണ് പറയാറുള്ളത്. ഇതുകൂടാതെ അല്പസ്വല്പം കഴിക്കുന്ന ടീമുകളാണെങ്കിൽ ഓഫ് ലൈസൻസിൽ എല്ലാ വീക്കിലും ഓരോരോ ബ്രാൻഡുകൾക്കും, അത് ബിയർ ആണെങ്കിലും വൈൻ ആണെങ്കിലും അല്ലെങ്കിൽ സ്പിരിറ്റ് ആണെങ്കിലും പലതരത്തിലുള്ള ഓഫറുകൾ ഉണ്ടാകാറുണ്ട്. കൂടാതെ ബാങ്ക് ഹോളിഡേ വീക്കെൻഡുകളിൽ നല്ല ഓഫറുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ്, ന്യൂ ഇയർ, ഈസ്റ്റർ ടൈമുകളിൽ ഒരുപാട് ഓഫറുകൾ ഇങ്ങനെ വരാറുണ്ട്. അതുപോലെ ഫ്രഷ് ഫുഡ്, അതായത് മീറ്റ്, ഫിഷൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ മിക്കപ്പോഴും ഹാഫ് പ്രൈസിൽ അല്ലെങ്കിൽ 33% ഓഫറിൽ സാധനങ്ങൾ കിട്ടാറുണ്ട്. അങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഫിഷിനും ഓഫറുകൾ വരാറുണ്ട്. അതുകൊണ്ട് ഈ ഏഷ്യൻ കടകളിൽ പോയി ചമ്പ് വാങ്ങി തിന്നാതെ ഇങ്ങനെയുള്ള ലീഡിംഗ് സൂപ്പർ മാർക്കറ്റുകളിൽ പോയി നല്ല സാധനം വാങ്ങി കഴിക്കാൻ നോക്കുക. ഇനി ഇതിലൊക്കെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പറ്റുമെങ്കിൽ വൈകിട്ട് സമയത്തോ അല്ലെങ്കിൽ രാവിലെയോ ഈ കടകളിലൊക്കെ ചെല്ലാമെങ്കിൽ ഒരു ദിവസത്തെ എക്സ്പയറി ഡേറ്റുള്ള സാധനങ്ങൾ ഹാഫ് പ്രൈസിലൊക്കെ ഇട്ട് വയ്ക്കുന്നത് കാണാം. ധാരാളം ആളുകളാണ് ഇത് വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ ലാഭത്തിന് കിട്ടുന്ന സാധനം വാങ്ങി ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതെടുത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ അയർലൻഡിൽ യൂറോ ചിലവാക്കേണ്ടുന്നത്. കിട്ടുന്ന അവസരങ്ങൾ ഭംഗിയായി വിനിയോഗിക്കാൻ പഠിക്കുക. അല്ലാതെ
ഇന്ന് മട്ടൻ ബിരിയാണി തിന്നാൻ തോന്നി, ഇന്ന് പോയി ഫുൾ പൈസയ്ക്ക് മട്ടൻ ബിരിയാണി വാങ്ങി വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഹാഫ് പ്രൈസിൽ കിട്ടുമ്പോൾ വാങ്ങി ബിരിയാണി വെച്ചാൽ ഇതിൻ്റെ പകുതി പൈസയ്ക്ക് കഴിക്കാനും പറ്റും. ഇങ്ങനെ ധാരാളം ഷോപ്പിംഗ് ടിപ്സുകൾ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചും കണ്ടും പൈസ ചിലവാക്കാൻ പഠിക്കുക. എന്തായാലും നിങ്ങൾ അയർലൻഡിലെത്തി ഒരു വീടൊക്കെ വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ വർഷവും നാട്ടിലൊക്കെ പോകണമെങ്കിൽ കുറച്ച് കാശൊക്കെ കയ്യിലുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. കുറച്ചൊക്കെ സേവ് ചെയ്യുന്നത് നല്ലതാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.